ഡിവൈഎഫ്ഐ പന്തളം ബ്ലോക്ക് കമ്മിറ്റി അംഗം വക്കാസ് അമീറിന് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു ഫോൺ കോൾ വന്നു. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിരുന്നു എന്നായിരുന്നു വക്കാസ് അമീറിനോട് പോലീസിന്റെ ചോദ്യം. താൻ ഡിവൈഎഫ്ഐ നേതാവാണെന്നും യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ തനിക്ക് വോട്ട് ചെയ്യേണ്ട കാര്യമില്ലെന്നും വക്കാസ് അമീർ മറുപടി നൽകി. പിന്നീടാണ് വക്കാസ് അമീറിന് കാര്യം മനസ്സിലായത്. പത്തനംതിട്ട അടൂരിലെ ലോഡ്ജിൽ മ്യൂസിയം പോലീസ് നടത്തിയ റെയ്ഡിൽ വക്കാസ് അമീറിന്റെ പേരിലുള്ള വ്യാജ വോട്ടർ ID കാർഡ് കണ്ടെത്തിയിരുന്നു. യൂത്ത് കോൺഗ്രസ് നേതാവ് ഫെനി നൈനാന്റെ നേതൃത്വത്തിലാണ് വ്യാജ വോട്ടേഴ്സ് ID കാർഡ് നിർമ്മിച്ചതെന്നും തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയതിന്റെ ഭാഗമായി പോലീസ് ലോഡ്ജിലെ മുറി പരിശോധിച്ചപ്പോഴാണ് തന്റെ വ്യാജ വോട്ടർ ID കാർഡ് കണ്ടെടുത്തതെന്നും വക്കാസ് അമീർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം മ്യൂസിയം പോലീസ് തിരക്കി വരുന്നൊരവസ്ഥയുണ്ടായി, എന്നെ വിളിച്ച്. അപ്പോഴാണ് ഈ സംഭവത്തെക്കുറിച്ച് അറിയുന്നത് തന്നെ. പോലീസ് പറഞ്ഞത്, താങ്കൾ യൂത്ത് കോൺഗ്രസിൻ്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഡിവൈഎഫ്ഐയുടെ ഇന്നെ ഇതായിട്ട് നിൽക്കുന്ന ഒരാളാണ്, ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പോയിട്ടില്ലെന്ന് പറഞ്ഞു. താങ്കളുടെ വ്യാജ ID കാർഡും മറ്റും അടൂർ നടത്തിയ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടിച്ചെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നെ മൊബൈലിലടക്കം അത് കാണിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. എൻ്റേത് മാത്രമല്ല, എൻ്റെ പ്രദേശത്തെ ഏതാണ്ട് 8ഓളം വരുന്ന ചെറുപ്പക്കാരുടെ ഇതുപോലുള്ള സെയിം സംഭവം വ്യാജ ID കാർഡ് നിർമ്മിച്ച് വോട്ട് ചെയ്തതായിട്ടാണ് പറയുന്നത്. അത് തന്നെയാണ്. ആ നമ്പറിൽ പോലും ഒരു വ്യത്യാസമില്ല. ഈ GTJ എന്ന് പറയുന്ന നമ്മുടെ ID കാർഡിൻ്റെ നമ്പറിൽ പോലും ഒരു വ്യത്യാസം വന്നിട്ടില്ല. ഒറിജിനൽ പോലെ തന്നെയാണ്. അടൂര് ഫെനി എന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പിന്നെ ലോഡ്ജിൽ ലാപ്ടോപ്പും മറ്റു കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്നാണ് ഈ ID കാർഡും പിന്നെ ഇപ്പോൾ ഞങ്ങൾ വാർത്താസമ്മേളനത്തിൽ കാണിച്ചിട്ടുള്ള വോട്ടർ പട്ടികയിലെ പേരും അടക്കമുള്ളത് അവർക്ക് കിട്ടിയിട്ടുള്ളത്. അതാണ് കൊണ്ട് കാണിച്ചത് നമ്മളെ. വക്കാസ് അമീറിന്റെ മാത്രമല്ല, ഡിവൈഎഫ്ഐ പ്രവർത്തകരായ അഭിജിത്ത് രാജ് A, അജ്മൽ ലാൽ, അഖിൽ കൃഷ്ണൻ എന്നിവരുടെ വ്യാജ വോട്ടേഴ്സ് ID കാർഡും റെയ്ഡിൽ കണ്ടെത്തിയിരുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ഇപ്പോൾ നിയമിച്ചിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജില്ലയാണ് പത്തനംതിട്ട എന്ന് പറയുന്നത്. ആ പത്തനംതിട്ട അടൂർ കേന്ദ്രീകരിച്ചാണ് അദ്ദേഹം താമസിക്കുന്നത്. അടൂരിൻ്റെ സമീപ പ്രദേശമാണ് പന്തളം മണ്ഡലം. പന്തളം ബ്ലോക്ക് കമ്മിറ്റിയിൽ ഒരു വാർഡിൽ നിന്നാണ് ഇത്രയും 8 ചെറുപ്പക്കാർ ഒരു വാർഡിലെ ചെറുപ്പക്കാരാണ്. ആ വാർഡിൽ നിന്ന് മത്സരിച്ച് ജയിച്ച ആളാണ് പന്തളം മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള റാഫി മുഹമ്മദ് എന്ന് പറയുന്ന ആൾ. അപ്പോൾ തീർച്ചയായും പന്തളത്തെ യൂത്ത് കോൺഗ്രസിൻ്റെയും നേതൃത്വം അറിയാതെ ഇത്തരത്തിൽ ചെറുപ്പക്കാരുടെ വോട്ടർ പട്ടിക ഉൾപ്പെടെയുള്ളവ ഇത്തരത്തിൽ പോകില്ല എന്ന് തന്നെയാണ് ഡിവൈഎഫ്ഐ ശക്തമായി ആരോപിക്കുന്നത്. ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ മാത്രമാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. കാരണം പോലീസ് പന്തളത്തിനിയും നിരവധി കാർഡുകൾ ഇത്തരത്തിൽ നിർമ്മിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരം. അപ്പോൾ ഡിവൈഎഫ്ഐ മാത്രമല്ല, ഈ രാഷ്ട്രീയമില്ലാത്ത ചെറുപ്പക്കാരുണ്ട്. ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രായപരിധിയിൽ വരുന്ന നാട്ടിലുള്ള മുഴുവൻ ചെറുപ്പക്കാരുടെയും വോട്ടർ പട്ടിക എടുക്കുക, അവരുടെ വ്യാജ കാർഡ് ഉണ്ടാക്കുക, അവരുടെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ അത് വോട്ടാക്കി മാറ്റി ചെയ്യിപ്പിക്കുക. ഇത് ഡിവൈഎഫ്ഐന്ന് മാത്രമുള്ളതല്ല ഞങ്ങൾ പറയുന്നത്. പിന്നെ നിങ്ങൾ മുമ്പ് ചോദിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ അവരുടെ ഒരു സംഘടനാ തെരഞ്ഞെടുപ്പിനെ മാത്രം കണ്ടുകൊണ്ട് ഇത്ര വലിയ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച ഒരു കാർഡിനെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ചെയ്യുമ്പോൾ ഇവരതിനകത്ത് മനസ്സിലാക്കാത്ത കാര്യം വലിയ ഭവിഷ്യത്തുകൾ ചെറുപ്പക്കാരുടെ ഭാവിയെ സംബന്ധിച്ചുണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിനകത്തിൽ ഒട്ടും തന്നെ പുറകോട്ട് പോകാൻ വേണ്ടി ഡിവൈഎഫ്ഐ തയ്യാറല്ല. ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ പേരിലുള്ള വ്യാജ വോട്ടേഴ്സ് ID കാർഡ് യൂത്ത് കോൺഗ്രസുകാർ എന്തിനാണ് തയ്യാറാക്കിയത്? പല സംശയങ്ങളും ഡിവൈഎഫ്ഐ നേതൃത്വത്തിനുണ്ട്. പന്തളം മുനിസിപ്പാലിറ്റിയിലെ മങ്ങാരം, ചേരിക്കൽ വാർഡുകളിലെ 8 ചെറുപ്പക്കാരുടെ വോട്ടർ IDകൾ വ്യാജമായി ഉണ്ടാക്കിയത് കണ്ടെടുത്തിട്ടുണ്ട്. വോട്ടർ പട്ടിക നോക്കി 18നും 40നും ഇടയിൽ പ്രായമുള്ളവരുടെ വ്യാജ വോട്ടേഴ്സ് ID കാർഡുകളാണ് യൂത്ത് കോൺഗ്രസുകാർ തയ്യാറാക്കിയതെന്ന് ഡിവൈഎഫ്ഐ പന്തളം ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി സന്ദീപും പ്രസിഡന്റ് ശ്രീഹരിയും പറയുന്നു. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ ID കാർഡ് വ്യാജമായി നിർമ്മിച്ച യൂത്ത് കോൺഗ്രസുകാർ രാജ്യദ്രോഹ കുറ്റമാണ് ചെയ്തിട്ടുള്ളതെന്നും ഡിവൈഎഫ്ഐ നേതൃത്വം പറയുന്നു. തങ്ങളുടെ പേരിൽ വ്യാജ സിം കാർഡുകൾ എടുത്ത് നിയമലംഘന പ്രവർത്തനങ്ങൾ നടത്തുമോ എന്ന ആശങ്കയും ഡിവൈഎഫ്ഐ നേതൃത്വത്തിനുണ്ട്. പന്തളം പോലീസിൽ വക്കാസ് അമീറും മറ്റ് ഡിവൈഎഫ്ഐ പ്രവർത്തകരും പരാതി നൽകി കഴിഞ്ഞു. മ്യൂസിയം പോലീസ് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ വീട്ടിലെത്തി മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമുണ്ടൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.